ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അഡീനിയത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ 2 ആഴ്ചയായിട്ട് 10,000 പ്ലാന്റ്സ് മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ സെറ്റിലെ 5,000 പ്ലാന്റ്സിനകത്ത് നിന്ന് ഇപ്പോൾ വളരെ കുറഞ്ഞ ഒരു 50 പ്ലാന്റ്സിൻ്റെ ചോട്ടിൽ മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ള വെറൈറ്റീസ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ്. നമ്മൾ ഈ ചെറിയ കവറിനകത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ കുഞ്ഞു പ്ലാന്റ് ആണല്ലോ എന്ന്. ഇത് നോക്കൂ, ഓരോന്നിൻ്റെയും കോഡക്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നമ്മൾ പാക്കിങ്ങിനിടയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. പിന്നെ നമ്മുടെ അയച്ചു കഴിഞ്ഞ ഈ അഡീനിയം പ്ലാന്റ് കയ്യിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ അത് റീപ്പോർട്ട് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കോഡക്സ് നമ്മൾ ഏതൊക്കെ രീതിയിൽ നല്ല തിക്കാക്കി എടുക്കാം എന്നെല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട്. പലർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ചെടികളുടെ ഓരോ നമ്പറുകളുണ്ട് ഓരോ വെറൈറ്റീസിനും. അപ്പോൾ അത് നമ്മൾ ആ ചെടിയുടെ സ്റ്റെമ്മിൻ്റെ മേലെ മാർക്കർ വെച്ച് നോട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓരോ ചെടിയുടെയും വലിപ്പം അനുസരിച്ചുള്ള ചട്ടികൾ വേണം നമ്മൾ അഡീനിയം നടാനായിട്ട് തിരഞ്ഞെടുക്കാനെന്ന്. അപ്പോൾ അത്തരം ചട്ടികൾ നമ്മൾ ചെടി വലുതാവുന്നതിന് ഇതിൻ്റെ കോഡക്സ് വലുതാവുന്നതനുസരിച്ചിട്ട് ചെടി ഇങ്ങനെ റീപ്പോർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു നൈഫാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ കോഡക്സ് എങ്ങനെ നല്ല കട്ടിയുള്ളതാക്കി മാറ്റാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു നൈഫ് എടുക്കുമ്പോൾ അതൊന്ന് സാനിറ്റൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. കൂടാതെ ഇതേപോലെ ഒരു നൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റ് ഇതിൻ്റെ ബ്ലേഡ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നൈഫിനകത്തെ ബ്ലേഡ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്ത് കാണുന്ന ഈ വേരുകളൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കോഡക്സിന് കേട് വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. നമ്മൾ അഡീനിയം എപ്പോഴും റീപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡക്സ് മണ്ണിൻ്റെ മുകളിൽ വശത്തേക്ക് പൊങ്ങി നിൽക്കാവുന്ന രീതിയിൽ വേണം റീപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മണ്ണ് മാത്രമാണ് കേട്ടോ നമ്മളിവിടെ അഡീനിയം റീപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. റീപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റേത് ചെടികളെ പോലെ തന്നെ യാതൊരു വളങ്ങളോ പോട്ടി മിക്സോ ഒന്നും കൊടുക്കുന്നില്ല. ചെടി നമ്മുടെ കയ്യിലിരുന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് ആട്ടുംകാട്ടോ അതല്ലെങ്കിൽ കുറച്ച് പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ അഡീനിയത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കുറച്ച് വെള്ളം കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത്രയും ദിവസം നമ്മൾ ആ വെള്ളം കൊടുക്കാതെ ഇരുന്നതിൻ്റെ ആ ഒരു ക്ഷീണം നമ്മുടെ ചെടി പെട്ടെന്ന് അത്രയും വെള്ളം വലിച്ചെടുക്കുകയും ഇതിൻ്റെ കോഡക്സ് നല്ല രീതിയിൽ കനത്തിൽ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിതിനെ ബോൺസായി ആക്കി മാറ്റിയെടുക്കാനുള്ള ചെറിയ ടിപ്സാണ്. ഇത് കുറച്ച് സാഫ് നമ്മളൊന്ന് കട്ടിയായിട്ട് കലക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെടി ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട് പിടിപ്പിച്ച ഒരു ചെടിയാണെങ്കിലും ഇതേപോലെ മണ്ണിനകത്ത് നിർത്തിയിട്ട് തന്നെ നമുക്ക് ആ മേൽഭാഗത്തെ വേരുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്ത് ഇതേപോലെ നമുക്ക് സാഫ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരുപാട് വലിയ ചെടികൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട് അല്ലേ, പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ചെറിയ സൈസുള്ള ചെടികൾ എടുക്കുന്നതും അത് നിങ്ങൾക്ക് സെയിലിനായിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൽ ഏറ്റവും നല്ലൊരു പ്രൈസിനകത്ത് സെയിലിനായിട്ട് ഇടുന്നതും. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായിട്ടോ ഈ 2 ആഴ്ച കൊണ്ട്. നമ്മൾ ഇത്രയും നാളും നമുക്ക് അഡീനിയം സെയിലില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യാതെ ഇരുന്നത് നമുക്ക് പ്ലാൻസ് തരുന്ന സെല്ലേഴ്സ് അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ നമുക്ക് പ്ലാൻസൊക്കെ തരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2-3 സെല്ലേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്ലാൻസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റേറ്റിനകത്ത് നമുക്ക് തരാനായിട്ട് കഴിയുന്നത്. പിന്നെ ഇത്തരം ചെടികളെല്ലാം ഇത് തീരെ ചെറിയ ചെടികളല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ.
200 രൂപയ്ക്ക് നമുക്ക് വേറെയും വലിയ ചെടികൾ കിട്ടും, ഇത് തീരെ കുഞ്ഞല്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെയുള്ളവർക്കും കൂടി കാണിക്കാൻ പാകത്തിനാണ് നമ്മളിതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരുന്നത് കേട്ടോ. പല ചെടികളും അതിരിക്കുന്ന ആ ഒരു കവറ് പൊട്ടിയിട്ട്, അതായത് അതിൻ്റെ കോഡക്സ് അത്രയും വണ്ണത്തിൽ വന്നിട്ട് ആ കവറൊക്കെ പൊട്ടിയിട്ട് ഇരിക്കുന്ന ചെടികളും നമുക്ക് ഇവിടെയുണ്ട്. ഏറിപ്പോയാൽ ഒരു 2-2.5 മാസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോഡക്സ് വലുതായി വരുന്ന നല്ല ചെടികളാണ് കേട്ടോ നമ്മൾ ഈ സെയിലിനായിട്ട് ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ തിങ്കളാഴ്ച മുതൽ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ സെയിലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ സ്റ്റോക്ക് വരുന്നതാണ്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ചെറിയ രീതിയിൽ പോകുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാത്തരം ചെടികളും ഉൾപ്പെടുത്താറില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർക്കിഡായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനകത്ത് നമ്മൾ അഡീനിയത്തിൻ്റെ അപ്ഡേഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് യാതൊരു റീസെല്ലേഴ്സിൻ്റെയും ഗ്രൂപ്പല്ല, ജെനുവിനായിട്ട് ഇതേപോലെ നമ്മുടെ കൈകളിലുള്ള ചെടികൾ നിങ്ങളിലേക്ക് തരുന്ന സെല്ലേഴ്സ് മാത്രമാണ് കേട്ടോ അതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ അഡിനിയത്തെ കുറിച്ചിട്ടുള്ള ഈ കുഞ്ഞ് വിവരങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നമുക്ക് പ്ലാന്റ്സ് വരുന്നുണ്ട്. ഒരു 2 ആഴ്ച ഗ്യാപ്പിലായിരിക്കും കേട്ടോ ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത്. ഒരുപാട് പൈസ മുടക്കിയിട്ട് അഡീനിയം പ്ലാന്റ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മുടെ ഈ ഒരു സെയില് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.